Always do it on my own, so I gotta get through it. And the only thing I know is to love what I'm doing. Never give up, never slow, till I finally prove it. Never listen to the no's, I just wanna keep moving. Keep my head up when I act, head up that's a fact. Never looking back, I'ma keep myself on track. Keep my head up staying strong, always moving on. Feel I don't belong, tell my thoughts to move along. Push myself to be the best, die with no regret. കേട്ടോ സൂപ്പർ സൂപ്പർ. അമ്മേ രാവിലെ ഫ്രഷ് വെള്ളത്തിലൊക്കെ പോകാൻ കഴിയുന്നത് ആദ്യമായിട്ടാണ്. സൂപ്പർ കേട്ടോ. വീണതല്ല, സാഷ്ടാംഗം പ്രണമിച്ചതാ. ഹഗ് ആൻഡ് ബെഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ അമ്പനാട് വ്ലോഗിന്റെ സെക്കൻഡ് എപ്പിസോഡാണ്. ഫസ്റ്റ് വീഡിയോ കാണാത്തവർക്കായി ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ഫസ്റ്റ് വീഡിയോ ലിങ്ക് ഉണ്ട്. ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുക. ഇപ്പൊ രാവിലെ 6 മണിക്ക് തന്നെ ഞങ്ങൾ എണീച്ചു. ഇപ്പം ഈ ഒരു തേയിലത്തോട്ടത്തിൽ കൂടെ ഒക്കെ 6 മണിക്കൊക്കെ നടക്കുന്നത് ആദ്യമായിട്ടാണ്. രാവിലെ തന്നെ മഞ്ഞ് കുറവാണ്, പക്ഷെ നല്ല തണുപ്പുണ്ട് ഇവിടെ എല്ലാം. ഇവിടെ പ്രധാനമായിട്ട് തേയില, തേക്ക്, റബ്ബർ, ഗ്രാമ്പു, ജാതിക്ക, ഓറഞ്ചും ഉണ്ട്. ഇപ്പൊ ഇവിടെ പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഗ്രാമ്പുവിൻ്റെ ആയിരുന്നു പ്രധാന ഉൽപാദനം. ഇവിടം തൊട്ട് നാഗർകോവിൽ എന്ന ചെങ്കോട്ടയാണോ, നാഗർകോവിൽ വരെ നീണ്ടു കിടക്കുന്ന ഒരു വലിയ ബെൽറ്റ് ഉണ്ടായിരുന്നു. അതായത് ഇവിടം തൊട്ട് അവിടം വരെ ഉൽപാദനം ഉണ്ടായിരുന്നു. ഇന്നും ഗ്രാമ്പു ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഇവിടുന്ന് തന്നെയാണ്. ഇവിടെ ജാതിക്കെല്ലാം വിളഞ്ഞ് നല്ലപോലെ പൊട്ടി നിൽക്കുകയാണ്. കണ്ടോ, നല്ല ചുമന്ന് നല്ല ഭംഗിയുണ്ട്. ഞാൻ ഇങ്ങനെയാണ് ജാതിക്കൊക്കെ ഇത്രയും വിളഞ്ഞ് പൊട്ടി നിൽക്കുന്നതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതുപോലെ ജാതിമരം എല്ലാം ഈ തേയിലയുടെ ഇടയ്ക്കെല്ലാം ഇഷ്ടം പോലെ ജാതിമരമുണ്ട്. ഇതാണ് ജാതിക്ക. I want you to hear words, you can say them back. I want you to feel free from the chains that last, and to believe in what you got, it was built to last, yeah. Now that I've been put through, I never got anyone's help, I had to do it all myself. I don't ever slow up, no I don't take. ഇപ്പൊ ഈ വഴി താഴോട്ട് പോകുമ്പോഴേ ചെറിയൊരു വെള്ളച്ചാട്ടമുണ്ട്. ഈ വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ട് നമ്മുടെ റൂമിൽ നിന്നാലും നല്ല രീതിയിൽ കേൾക്കാം. Do so instinctive and so passionate. Every word I move so descriptive like an adjective. I got a vendetta against people who patented being negative when you should be getting after it. I got facts over tracks. ഇറങ്ങി നോക്കാം വെള്ളത്തിന് എങ്ങനെയുണ്ട്, തണുപ്പുണ്ടോന്ന് അറിയാം. Spitting fast, I could roast, I could gas, think I'm okay at last, but I don't know if that can erase all the past and the pettiness, a reflection of the emptiness. Hilarious, you think you're worth my time, you're delirious, mysterious, because you hide behind a fake exterior. Inferior, you know I'll always be a bit superior. Get off of me, this ain't no humble brag. I want you to hear words, you can say them back. I want you to feel free from the chains that last, and to believe in what you got, it was built to last, yeah. Now that I've been put through, I never got anyone's help, I had to do it all myself. I don't ever slow up, no I don't take I got no love for the fakeness. If you wanna play tough and wanna hate this. ഇപ്പം നമ്മൾ പോകുന്നത് ഇവിടുത്തെ വർക്കേഴ്സ് താമസിക്കുന്ന ചെറിയ ചെറിയ വീടുകളുണ്ട്. ഇവിടെ കുറച്ച് ഈ ഏരിയയിൽ കുറച്ച് വീടുണ്ട്. ഇങ്ങനെ ഓരോരോ ഏരിയയിൽ കുറച്ച് വീടുകളായിട്ടാണ് ഉള്ളത്. ഞങ്ങൾ അവിടെ താമസിക്കാൻ വന്നതാ. അപ്പം മേളിലേ അപ്പം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഇവിടെ ചുറ്റി കാണാൻ വേണ്ടി വന്നതാ. ചേച്ചി ഇവിടെ താമസിക്കുന്നേ അല്ലേ? ഓ ശരി ശരി. ഇവിടെയാണ് അല്ലേ? നാട് ഇവിടെ തന്നെ. തെങ്കാശി, തമിഴ്. പേരെന്തുവാ? മെറ്റിൽഡ. അടിപൊളി പേര്. എന്നാ ശരി ചേച്ചി, ഞങ്ങൾ അങ്ങോട്ട് നടക്കട്ടോ. ശരി, ഓക്കെ. ഞങ്ങൾ അടൂര് കേട്ടിട്ടുണ്ടോ? പോയിക്കോട്ടെ.
ശരി. ഇത് കമ്പനിയുടെ ആൾക്കാർ താമസിക്കുന്ന ക്വാർട്ടേഴ്സാണ്. അപ്പം ഇവർ വർഷങ്ങളായിട്ട് ഇവിടെ വന്ന് താമസിക്കുകയാണ്. അപ്പൂപ്പന്മാരുടെ കാലം തൊട്ടേ ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. ചേച്ചിയുടെ പേര്? മുത്തുലക്ഷ്മി. ആഹാ. ചേച്ചി വർക്ക് ചെയ്യുന്നുണ്ടോ ഇവിടെ? ഉണ്ടല്ലേ. രാവിലെ ഇവിടെ അടുത്ത് പാല് കിട്ടുമോ അതോ പോയി നാട്ടിൽ അവിടെ നിന്ന് കൊണ്ടുവന്നേ അതോ പശുവിനെ വളർത്തുന്നുണ്ടോ അവിടെ? പശു ഉണ്ടല്ലേ. ഓ, ഇവിടെ നിന്ന് അങ്ങ് പോയി വാങ്ങിക്കണോ അപ്പൊ? ആഹാ. ആ, അവിടെ പോയി എടുക്കും അല്ലേ. ഓ ശരി. ശരി ചേച്ചി. ചായ ഇട്ടോ ചേച്ചി? വരാം. ഞങ്ങൾ താഴെ അതൊന്ന് എടുത്തോട്ടെ. ആ, ചായ ഇട്ടോ, ഞങ്ങളിപ്പോ വരാം. ചേച്ചി എത്ര ആളാ ചേച്ചി ഇവിടെ വന്നിട്ട്? ആ ജനിച്ചതേ ഇവിടെ. സ്വന്തം സ്ഥലം എവിടെ? കോയിൽപ്പെട്ടി. ഓ ശരി ശരി. അപ്പൊ കോയിൽപ്പെട്ടി കേട്ടിട്ടുണ്ട്. ചെങ്കോട്ട റോട്ടല്ലേ? ആ എനിക്കറിയാം, കേട്ടിട്ടുണ്ട്. ആ ഹാ. ഓ ഓ ശരി ശരി. കമ്പനി വർക്ക് ചെയ്യുന്നുണ്ടോ? എന്തായിട്ട്? ആ ഇവിടെ തേയില കമ്പനിയില്. തേയില പറിക്കുന്നതാണോ? ഉള്ളല്ലേ അല്ലേ? ഓ ശരി ശരി. ഓക്കെ ഓക്കെ. ആ ഇതാണോ ചേച്ചിയുടെ വീട്? ഓ ശരി. ചേച്ചിയാണോ ഇവിടെ എല്ലാവർക്കും പാല് വാങ്ങിച്ചു കൊടുക്കുന്നത്? ആഹാ. ആഹാ. ഓ ശരി ശരി ശരി. ഓക്കെ ഓക്കെ ഓക്കെ. ചായ വേണ്ട ഇനി. If you wanna play tough and wanna hate this, I'll always show up and make a statement. Gonna learn the consequence of being incompetent. Mental health is confidence, dreams and some honestness. രാവിലത്തെ ഇവിടുത്തെ പ്രധാന കാഴ്ചയാണ് മയിലുകൾ. എവിടെ തിരിഞ്ഞാലും മയിലുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം നമ്മൾ ഇവിടുത്തെ തേയില കമ്പനിയുടെ അടുത്താണ് എത്തിക്കുന്നത്. നമ്മുടെ ആ ഫ്രണ്ടിൽ കാണുന്നതാണ് തേയില കമ്പനി. അപ്പോൾ അതിൻ്റെ മേളിൽ നോക്കിയപ്പോഴും കുറേ മയിലുകൾ അതിൻ്റെ മേളിൽ കയറിയിരിക്കും. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിമോട്ട് ഏരിയ ആണ്. ഇപ്പോൾ ഇവിടെ ആകെ ഒരു KSRTC ഉള്ളൂ പ്രധാന ഇവരുടെ യാത്രാമാർഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രാവിലെ 6:30 ബസ് വരും. അതിലാണ് ഇവർ പുറത്തോട്ട് പോകുന്നത്. എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടെങ്കിൽ അതിന് പോയി വാങ്ങിക്കണം. പിന്നെ ആ ബസ് വൈകിട്ട് 6 മണിക്കാണ് തിരിച്ച്. അത് ഇവിടുന്ന് ചെങ്കോട്ടയ്ക്കാണ് ബസ്. ബസ് പോയിട്ട് തിരിച്ചു വരുന്നത് രാവിലെ 6 മണിക്കാണ്. അപ്പോൾ ഈ ഒരു ബസ് മാത്രമാണ് ഇവിടെ പ്രധാന ആശ്രയം പുറത്തോട്ട് പോകാനുള്ളത്. പിന്നെ ഇവിടുത്തെ പ്രധാന ആശ്രയം എന്ന് വെച്ചാൽ ജീപ്പാണ്. ഈ 2 യാത്രാമാർഗ്ഗങ്ങളേ ഉള്ളൂ ഇവർക്ക്. പിന്നെ ഇവിടെ എല്ലാവരും തമിഴ് ആൾക്കാരാണ്, കൂടുതലും ചെങ്കോട്ട സൈഡിൽ നിന്ന് വന്ന് താമസിക്കുന്ന ആൾക്കാർ. ചേച്ചി എവിടെ ജോലിക്ക് പോകണം? എനിക്ക് അംഗൻവാടിയാ. എവിടെ ചേച്ചി? ഇവിടെ തൊട്ടടുത്ത ഫാക്ടറിനടുത്താ. ഇവിടോ? ഈ ഫാക്ടറി താഴെ തന്നെ. ഓ ശരി. ഇന്നുണ്ടോ? അല്ല, നമുക്ക് ഇന്ന് സ്വതന്ത്രദിനം. ആ ഓഹോ. ഇവിടെ നാട്ടുകാരെല്ലാരും വിളിച്ചു. ഓ ശരി ശരി. നമ്മൾ മൂന്നാറിലെ തേയിലത്തോട്ടങ്ങളിലൊക്കെ പോകുമ്പോൾ അവിടെ തന്നെയാണ് അവരുടെ ഹോസ്പിറ്റലുകളും സ്കൂളുകളും ഒക്കെ. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു ഫെസിലിറ്റി ഒന്നുമില്ല. ഇവർക്ക് അങ്ങ് കുറച്ച് പുറത്തോട്ട് പോകണം ഇവിടുത്തെ ഈ ഫെസിലിറ്റീസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ സാധനങ്ങളൊക്കെ ഈ പുറത്ത് ജീപ്പുകാർ അല്ലെങ്കിൽ ഇവിടെ ഒരു ചെറിയ കടയുണ്ട്, ഇവർ അത് വാങ്ങിച്ചുകൊണ്ട് വരും. ഇപ്പോൾ അതിൻ്റെ വണ്ടിക്കൂലിയൊക്കെ ഇവരോട് വാങ്ങിക്കും. പിന്നെ പച്ചക്കറിയൊക്കെ ഇവർക്ക് എത്തിച്ചു കൊടുക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ബംഗ്ലാവിൽ വന്നാൽ ഏകദേശം 2 ഫാമിലിക്ക് ഒരു സമയം താമസിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ 10ഓളം ബാച്ചിലേഴ്സിന് ഇവിടെ താമസിക്കാൻ പറ്റും. ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് നേരത്തെ ബുക്ക് ചെയ്തിട്ട് വരണം. നമ്മൾ താമസിച്ച
ബംഗ്ലാവിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. വളരെ സ്നേഹത്തോടെയാണ് അവരെല്ലാം നമ്മളോട് സംസാരിക്കുന്നത്, സഹകരിക്കുന്നത്. ഇപ്പം വരുന്ന വഴിക്ക് നിങ്ങൾ കണ്ടല്ലോ, ചേച്ചിമാരൊക്കെ ചായ വേണോ വാ കുടിച്ചിട്ട് വാന്ന് വിളിക്കുന്നു. ഇപ്പോൾ ഇങ്ങോട്ട് വന്ന വഴിക്കൊക്കെ ഞങ്ങളെ വിളിച്ചിട്ട് വരണം, എന്തെങ്കിലും സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇവിടെ ഒരു ഗൈഡിനെ കിട്ടുക എങ്കിലേ പോയി കാണാൻ പറ്റൂ. അപ്പോൾ അങ്ങനെയൊക്കെ എത്രയും സപ്പോർട്ടീവായിട്ടാണ് നമ്മളോട് സഹകരിക്കുന്നത് അവർ. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ടീ ഫാക്ടറി വിസിറ്റ് ചെയ്യാനാണ്. ബ്രിട്ടീഷുകാരാണ് ഈ ഒരു ടീ ഫാക്ടറി സ്ഥാപിച്ചത്. ഇപ്പോൾ ഇത് ട്രാവൻകൂർ ടീ കമ്പനിയുടെ കീഴിലാണ്. I've got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. Gonna learn the consequence of being incompetent. Mental health is confidence, dreams and some honestness. I'm not here to save the day, that's for you to take away. I could play a million mind games, but instead I say something not illogical, something that is topical. Rub it on and watch it go, make yourself unstoppable. Dreams are irresponsible, but they're always possible. If you just believe you could be. ഇതിന് മെയിൻ ഓഫീസ് ഇതാ, അരണ്ടൽ ഡിവിഷൻ. 5 ഡിവിഷൻ ഉണ്ട്. ആനച്ചാടി, ഗ്യാപ്പ്, മിഡിൽ, ലോവർ, അരണ്ടൽ. മെയിൻ ഓഫീസ് ഇതാ. ഇവിടെ സാർമാരൊക്കെ എല്ലാം If you wanna play tough and wanna hate this, I'll always show up and make a statement. Everything I do so instinctive and so passionate. Every word I move so descriptive like an adjective. I got a vendetta against people who patented being negative when you should be getting after it. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കുറെ ട്രാക്ടറുകളൊക്കെ കാണാം. പ്രത്യേകിച്ച് പണ്ടത്തെ ട്രാക്ടറുകളൊക്കെ അവരിവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. All the past and the pettiness, a reflection of the emptiness. Hilarious, you think you're worth my time, you're delirious. Mysterious, because you hide behind a fake exterior. Inferior, you know I'll always be a bit superior. Get off of me, this ain't no humble brag. I want you to hear words, you can say them back. I want you to feel free from the chains that last, and to believe in what you got, it was built to last, yeah. Now that I've been put through, I never got anyone's help. I had to do it all myself. I don't ever slow up, no I don't take sh**. I got no love for the fakeness. If you wanna play tough and wanna hate this. ഓ ശരി ശരി. വറുത്തെടുക്കാനുള്ള സംവിധാനമായി. ഓ ഇതിനകത്ത് മൊത്തം വേറെ അതന്നെ വർക്കിംഗ് ടൈം ആണെങ്കിൽ കാണാൻ. ഇതെന്ത് പോയതാണോ? അത് ഒന്ന് പോയി കിടക്കുക. രണ്ടേ യൂസ് ആവുന്നുള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ. No I don't take sh**. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. Gonna learn the consequence of being incompetent. Mental health is confidence, dreams and some honestness. I'm not here to save the day, that's for you to take away. I could play a million mind games, but instead I say something not illogical, something that is topical. Rub it on and watch it go, make yourself unstoppable. Dreams are irresponsible, but they're always possible. If you just believe you could be so remarkable. ഫസ്റ്റ് ഫ്ലോർ സെക്കൻഡ് ഫ്ലോർ കൊണ്ടുപോകാനുള്ള സംവിധാനം. ഇല്ലെങ്കിൽ ചുമട്ടിലല്ലേ പോകേണ്ടി. ഇത് ചുമക്കാതെ ഇരിക്കാൻ വേണ്ടിയാണ്. I don't ever slow up, no I don't take sh**. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. Always do it on my own, so I gotta get through it. And the only thing. ഇനിയുള്ള ഞങ്ങളുടെ യാത്ര കുറച്ച് അഡ്വഞ്ചറസ് ആയിരുന്നു. ആനച്ചാടി വ്യൂ പോയിന്റിലേക്കും ഇവിടുത്തെ ഏറ്റവും പഴയ ബംഗ്ലാവിലേക്കും ഒക്കെയായിരുന്നു ഞങ്ങളുടെ യാത്ര. കൊടും കാട്ടിലൂടെയുള്ള ഓഫ് റോഡ് റൈഡ്സും പിന്നെ കുറെ അടിപൊളി വ്യൂസും പിന്നെ ഇങ്ങോട്ടേക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കായിട്ടുള്ള ഇമ്പോർട്ടന്റ് ടിപ്സും ഒക്കെയായി ഈ വ്ലോഗിന്റെ ലാസ്റ്റ് എപ്പിസോഡ് നമ്മൾ ഉടൻ തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറെ ഫീഡ്ബാക്സ് കമന്റ്സ് ആയി ഞങ്ങളെ അറിയിക്കാനും പിന്നെ ഞങ്ങളുടെ ചെറിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.